പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അയ്യേ, ഇതാരം മഞ്ഞക്കിളിയോ? ഷോ, ഒരു ഭംഗി തോന്നില്ലല്ലോ. പിറ്റേന്ന് തന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി വന്ന മിത്രയെ കണ്ട് കുഞ്ഞുടൻ കളിയോടെ പറഞ്ഞു, പോട ചെറുക്ക. മിത്ര അവൻ നോക്കി കണ്ണു കൂർപ്പിച്ച് സാരിയുടെ ഞെരി ശരിയാക്കി. എന്റെ പൊന്നെ, മുഖം വെറുപ്പിക്കണ്ട, സുന്ദരേട്ടനാണ് ചേട്ടതി. മിത്രയുടെ ചെറുതായി വീർത്തെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും മിത്രയുടെ മുഖത്ത് ചിരി വിരിഞ്ഞു. ദേവി എന്തേ കൊച്ചേ, അവൻ റെഡിയായില്ലേ? റെഡിയായി അങ്ങോട്ട് വന്ന ഐസക്ക് മിത്രയോട് ചോദിച്ചു, ഈച്ചാനും ഡാനിയും വെളിയിലുണ്ടപ്പാ? ആ, എന്നാ നമുക്കിറങ്ങാം, ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പെങ്കിലും എത്തണം. അതും പറഞ്ഞ് ഐസക്ക് മുൻപേ വെളിയിലേക്ക് നടന്നു. ഡാനിക്കും കുഞ്ഞോട്ടും ക്ലാസ് ഉള്ളത് കൊണ്ട് മിത്രയും അപ്പച്ചനും ഡെവിയും മാത്രമായിരുന്നു അവളുടെ വീട്ടിലേക്ക് പോയത്. ചടങ്ങ് 10 മണിക്ക് ശേഷമായത് കൊണ്ട് തന്നെ അവരവിടെ എത്തുമ്പോൾ അവിടെ അവളുടെ വീട്ടുകാരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങളെന്താ കാണാതെന്ന് കരുതിയതേ ഉള്ളൂ, കയറി വാ. അവരെ കണ്ടതും അവരകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അയ്യര് പറഞ്ഞു. സ്വീകരണ മുറിയിലേക്ക് കയറിയതും മിത്ര വീൽ ചെയറിലിരിക്കുന്ന പാട്ടിയെ കണ്ടെങ്കിലും മിത്ര കാണാത്ത ഭാവം നടിച്ച് മുന്നോട്ട് നടന്നു. വീട് അശുദ്ധാക്കാൻ കണ്ട നസ്രാണികളൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുന്നു. മിത്രക്കൊപ്പം വന്ന ഐസക്കിനെയും ഡെവിയെയും കണ്ട് പാട്ടി പതിയെ പെറുപെറുത്തു. അവരും പാട്ടിയെ കണ്ടെങ്കിലും അതിൻ്റെ വെക്കാൻ പോയില്ല. തൻ്റെ മൈൻഡ് ചെയ്യാതെ പോയ മിത്രയെയും ഒക്കെ കണ്ടതും പാട്ടിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അപ്പോഴേക്കും ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് വന്നിരുന്നു. ആ, നല്ല ആൾക്കാരാ ഇപ്പോഴാ വരുന്നത്. കുഞ്ഞിനെയും ഇവിടുത്തെ സെറ്റിയിലിരുന്ന് ദീക്ഷിത്ത് മിത്രയെ നോക്കി കളിയോടെ പറഞ്ഞു. അപ്പച്ചിയുടെ പൊന്നേ. മിത്ര ദീക്ഷിത്തിന്റെ അരികിലിരുന്ന് അവന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി ആ തുടുത്ത കവളിൽ ചുംബിച്ചുകൊണ്ട് വിളിച്ചു. ഹായ്, എന്താ ദീക്ഷി, നിനക്ക് തീരെ ബോധല്ലേ? അവളെപ്പോലൊരു മച്ചിയുടെ കയ്യിലാണോ കുഞ്ഞിനെ കൊടുക്കുന്നത്? നേർച്ചയും മന്ത്രമൊക്കെ നടത്തി ആറ്റുനോറ്റി കിട്ടിയ കുഞ്ഞ. ഇവളെ പോലൊരു മച്ചിപ്പെണ്ണുങ്ങൾ എടുത്താ അത് കുഞ്ഞിന് ദോഷം ചെയ്തേ ഉള്ളൂ. അവസരം കിട്ടിയതുപോലെ പാട്ടി മിത്രയ്ക്ക് നേരെ തന്റെ ദേഷ്യം തീർത്തു. എന്നാൽ അവരുടെ വായിൽ നിന്ന് വന്ന മൂർച്ചയുള്ള വാക്ക് മിത്രയുടെ ഉള്ള മാഴത്തിൽ മുറിവേൽപ്പിച്ചതും മിത്രയുടെ കൈയൊന്ന് വിറച്ചു. കണ്ണു നിറച്ച് അവൾ കുഞ്ഞിനെ നോക്കി. വേഗം തന്നെ കുഞ്ഞിനെ ദീക്ഷിത്തിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് അവളുടെ കണ്ണുകൾ പതിഞ്ഞത് ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ഡെവിയിലായിരുന്നു. അവന്റെ ആ ഭാവം ഉള്ളുപിടക്കുന്ന വേദനക്കിടയിലും അവളിൽ ഭയം ജനിപ്പിച്ചു. ഡെവി ദേഷ്യത്തിലെന്തോ പറയാൻ തുടങ്ങിയതും മിത്ര അതിനു മുമ്പായി ഡെവിയുടെ കയ്യിൽ പിടിച്ച് മിത്ര തടഞ്ഞ് ഡെവിയെയും പിടിച്ച് വലിച്ച് അവിടുന്ന് മാറി നിന്നു. നീ ഇങ്ങോട്ട് മാറി നിൽക്ക് ദേവാ, എനിക്ക് അവരോട് പറയണം. കുറേയായി കേൾക്കുന്നു, ഇനി ഇങ്ങോട്ട് വിട്ടാൽ ശരിയാകില്ല. ഡെവി മിത്രയുടെ കൈ അയക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട ചായ, ഇപ്പം അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ. ആദ്യം നോറ്റ് കിട്ടിയ കുഞ്ഞിൻ്റെ ആദ്യമായുള്ളൊരു പരിപാടിയാ, അതിന് എൻ്റെ പേര് പറഞ്ഞൊരു തർക്കം ഉണ്ടാക്കില്ലേ. ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കൂ ചായ, പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ഡെവി തെല്ല് പോലും മയക്കുന്നില്ലെന്ന് കണ്ടതും മിത്ര അതും പറഞ്ഞ് ഡെവിയുടെ കാല് പിടിക്കാനായി നിലത്തിരുന്നതും ഡെവി ഒന്ന് പിന്നോട്ട് മാറി. എന്നതാ ദേവ ഇത്? മിത്രയുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ ഡെവി ശബ്ദം കടുപ്പിച്ച് പറഞ്ഞ് മിത്രയെ താങ്ങി എണീപ്പിച്ചു. പ്ലീസ് ചായ, ദയവ് ചെയ്ത് ഇപ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്ക്. ഇന്നത്തെ ദിവസം എൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് സഹിക്കില്ല, പ്ലീസ്. ഡെവിയുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് കണ്ണു നിറച്ചുകൊണ്ടും മിത്ര പറഞ്ഞതും ഇനി താൻ കൂടി അവളെ കരയിപ്പിക്കണം നോത്ത് ഡെവി പൊടിക്കുന്നടങ്ങി. എന്നാലും തൻ്റെ പെണ്ണിനെ നോവിച്ചവരെ വെറുതെ വിടാൻ ഡെവി ഒരുക്കല്ലായിരുന്നു. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? മിത്ര പോയതും അയ്യൊരു പാട്ടിയോട് ശബ്ദം കടുപ്പിച്ച് ചോദിച്ചു. അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും മുഖത്തും പാട്ടിയോടുള്ള നീരസം തെളിഞ്ഞു കാണാമായിരുന്നു. ഞാനുള്ളത് തന്നെയാ പറഞ്ഞത്. അവളെ പോലുള്ള മച്ചിപ്പെണ്ണുങ്ങൾ എടുത്താ കുഞ്ഞിന് ദോഷ. എന്നാര് പറഞ്ഞു നിങ്ങളോട്? എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമില്ല. സമയാകുമ്പോ ഉടേ തമ്പുരാൻ അവർക്കും ഒരു കുഞ്ഞിനെ കൊടുത്തോളും. വെറുതെ ഇനി ആ പേര് പറഞ്ഞ് എന്നെ കൊച്ചിനെ വേദനിപ്പിക്കരുതേ. പാട്ടി വീണ്ടും പറഞ്ഞു കേട്ട് അമർച്ച സഹിക്കാൻ വയ്യാതെ ഐസക്ക് അവരോട് പറഞ്ഞു. അതെ, നല്ലൊരു ദിവസമായിട്ട് പാട്ടിക്ക് അവളെ വേദനിപ്പിക്കേണ്ട എന്താവശ്യമായിരുന്നു ഉണ്ടായത്? മുൻപ് അതുപോലെ തന്നെ പാട്ടി കീർത്തിയായിരുന്നില്ലേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്? ഇപ്പൊ അടുത്ത ഇര എൻ്റെ പെങ്ങള്. ദീക്ഷിത്തിൽ കൂടെ പറഞ്ഞതും പാട്ടിയുടെ ഭാവം മാറി. ഓഹോ, ഇപ്പൊ ഞാനായല്ലേ കുറ്റക്കാരി? ഞാൻ നിന്റെ കുഞ്ഞിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞത്. ഇപ്പൊ ഞാനൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാകും എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഒഴിഞ്ഞു പൊക്കോളാം ഞാൻ. അവസാനം കള്ളക്കണ്ണീരൊരുക്കിക്കൊണ്ട് പാട്ടി പറഞ്ഞു. അങ്ങനെ ഉദ്ദേശിച്ചൊന്നും അല്ല അമ്മയോട് സംസാരിച്ചത്. അമ്മ പറയുന്നതിലെ തെറ്റ് വീണ്ടും ചൂണ്ടിക്കാണിച്ചു. ഇനി ഇതുപോലെ എൻ്റെ മോളെ നോവിക്കുന്ന സംസാരം അമ്മയെന്നും ഉണ്ടാകരുത്. മോഹിനി, അമ്മയെ റൂമിലാക്കിയേക്ക്. അയ്യര് പാട്ടിയോടായി അതും പറഞ്ഞ് അവസാനം മോഹിനിയോട് അവരെ റൂമിലാക്കി കൊടുക്കാൻ പറഞ്ഞതും
മോഹിനി അനുസരണയോടെ തലയാട്ടി പാട്ടിയിരിക്കുന്ന വീൽ ചെയർ തള്ളി റൂം ലക്ഷ്യം വെച്ച് നടന്നു. എന്നാൽ പാട്ടിയുടെ ഉള്ളു നിറയെ തന്നെ എതിർത്ത് സംസാരിച്ചവരോടുള്ള പകയായിരുന്നു. താനൊന്ന് എണീറ്റ് തുടങ്ങിയിട്ട് വേണം എല്ലാത്തിനും ഒരു പാഠം പഠിപ്പിക്കാൻ എന്നവർ മനസ്സിൽ കൂട്ടി. ഉള്ള ദേഷ്യം മുഴുവൻ തന്നെ മോഹിനി നോക്കുന്നതിലെ ചെറുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവരെ ചീത്ത പറഞ്ഞു മോഹിനിയോട് കാരണമില്ലാതെ ദേഷ്യപ്പെട്ടും പാട്ട് തീർത്തു. മുഖത്തൊരു വരുതി തീർത്ത ചിരിയോടൊപ്പം ഡെവിയുടെ കൂടെ മിത്രയും അങ്ങോട്ട് വന്നു. എല്ലാവർക്കും അവളുടെ മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും മിത്രയിലൊന്നും സംഭവിക്കാത്ത പോലെയുള്ള ഇടപെടൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മാറ്റിയിരുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ വന്നതും ചടങ്ങ് തുടങ്ങിയിരുന്നു. പാട്ടിനി എന്തെങ്കിലും പറഞ്ഞ് മിത്രയെ വേദനിപ്പിച്ചാലെന്ന് കരുതി ഡെവി മിത്രയെ അവരുടെ അടുത്തേക്ക് വിടാതെ അവൻ്റെ അരികിൽ തന്നെ പിടിച്ചു നിർത്തി. പേര് വിളിക്കാൻ സമയമായതും ദീക്ഷിത്തും കീർത്തിയും മിത്രയെ നോക്കി. കാരണം പേര് കണ്ടുപിടിച്ചത് അവളായിരുന്നു. എന്താ പേര്? ദീക്ഷിത് സംശയത്തിൽ മിത്രയെ നോക്കിക്കൊണ്ട് ചോദിച്ചതും മിത്രയൊന്ന് കുനിഞ്ഞ് സ്വകാര്യം പോലെ മറ്റാരും കേൾക്കാതെ ദീക്ഷിത്തിന്റെ ചെവിയിൽ പേര് പറഞ്ഞു കൊടുത്തതും ദീക്ഷിത് തലകുലുക്കി കുഞ്ഞിന്റെ ചെവിയിൽ 3 വട്ടം പേര് വിളിച്ചു. ആദർവ് ദേവത്, നിക്നെയിം അപ്പു. 3 വട്ടം പേര് വിളിച്ചു കഴിഞ്ഞതും ദീക്ഷിത് കുഞ്ഞിന്റെ പേര് കുറച്ചുറക്കെ പറഞ്ഞു. മിത്ര കണ്ടുപിടിച്ച പേരായതുകൊണ്ട് തന്നെ പാട്ടിക്ക് മാത്രം അത് ഇഷ്ടമായില്ല. എന്നാലും മറ്റുള്ളവരെ പേടിച്ച് അവർ വാപ്പൂട്ടി നിന്നു. എല്ലാവരും സ്വർണ്ണ കുഞ്ഞിനെ കെട്ടിക്കൊടുക്കാൻ തുടങ്ങിയതും മിത്ര അവർ വാങ്ങിയ കാൽത്തള കുഞ്ഞിന്റെ കാലിലിട്ട് കൊടുത്തു. ആരാ പവൻ തികച്ചുണ്ടോടി? എവിടെ ഉണ്ടാക്കാനാണ്? അത് തന്നെ തികച്ചു വാങ്ങാൻ കഴിയില്ല. ആൾക്കാരെ ബോധിപ്പിക്കാനെങ്കിലും കട്ടിയിലും കനത്തിലുള്ളത് കൊണ്ടുവന്നൂടെ? ആളുകൾക്ക് മുന്നിൽ അവരെ താഴ്ത്തി കെട്ടാൻ എന്നൊരു അവസരം കിട്ടിയതുപോലെ പറഞ്ഞു. പക്ഷെ പാട്ടി തന്നെ മാത്രമല്ല ആളുകളുടെ മുന്നിൽ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചതെന്ന് മനസ്സിലായതും മിത്രയുടെ മട്ടുമാറി. പാട്ടി ഞങ്ങൾ അത്രയ്ക്ക് അഷ്ടിക വകയില്ലാത്തവരായി കാണണ്ട. എൻ്റെ കുഞ്ഞിനൊരു പവൻ, അതിലേറെയും വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഞങ്ങൾക്കുണ്ട്. എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷേ എനിക്ക് പ്രിയപ്പെട്ടവർ ആരായാലും താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാ ഞാൻ മിണ്ടാതെ കേട്ടു നിന്ന് വരില്ല. പിന്നെ നിങ്ങളുടെ പ്രായം മാത്രം നോക്കിയാ ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയാത്തത്. അത് കരുതി കൂടുതൽ പറയാൻ വന്നാലുണ്ടല്ലോ, പ്രായവും സ്ഥാനമൊക്കെ ഞാനങ്ങ് മറക്കും. പറയുന്നത് ദേവമിത്രയാ. പാട്ടിയെ നോക്കി കണ്ണും മുഖവും ചുവപ്പിച്ച് മിത്ര പറഞ്ഞതും അവളൊന്നും പറയില്ലെന്ന് കരുതിയിരുന്ന പാട്ടി ആൾക്കൂട്ടത്തിനിടയിൽ വിളറി വെളുത്തിരുന്നു. അയ്യരും മക്കളുമെല്ലാം പാട്ടിയെ ദേഷ്യത്തിൽ നോക്കി പല്ല് കടിച്ചു. മിത്ര കുഞ്ഞിന്റെ കുഞ്ഞലങ്കാലിൽ ചുംബിച്ചു. മിത്ര കുഞ്ഞിനെ എടുക്കാനായി അവൾക്ക് നേരെ ദീക്ഷിത് നീട്ടിയെങ്കിലും മിത്ര മനഃപൂർവ്വം കുഞ്ഞിനെ വാങ്ങാതെ എണീറ്റ് ഡെവിക്കരികിലേക്ക് വന്നു നിന്നു. മിത്ര തനിക്കരികിൽ വന്നു നിന്നതും കുഞ്ഞിനെ മനഃപൂർവ്വം എടുക്കാതെ വന്നവളെ കണ്ട് ഡെവി സംശയത്തിൽ മിത്രയെ നോക്കി. ദോഷമുള്ള ഞാനിനി അവനെടുത്ത് ഇവിടെ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതി. ചിരിയോടെയാണ് അവളത് പറഞ്ഞുവെങ്കിലും ആ ചിരിക്ക് പിന്നിൽ നിറഞ്ഞു നിന്ന വേദന മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഡെവിക്ക് മനസ്സിലായിരുന്നു. നിനക്ക് ഇന്ന് പോവണം? പരിപാടിയെല്ലാം കഴിഞ്ഞ് ക്ഷണിച്ചവർ പോയതും ഒരുങ്ങാൻ നിൽക്കുന്ന മിത്രയെ നോക്കി മോഹിനി ചോദിച്ചു. പോവുക. ഡാനിയും കുഞ്ഞുവിനും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തണം. ഡാനിക്കും കുഞ്ഞുവിനും വേണ്ടി ബാക്കി വന്ന ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് തനിക്ക് കൊണ്ടുപോകാൻ മാറ്റി വെച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. വരുന്ന ആഴ്ച ദേവന്റെ എൻഗേജ്മെന്റ് അല്ലേ, ഇനി അത് കഴിഞ്ഞ് പോയാ പോരെ? മിത്രയുടെ ചെറിയ ഏട്ടൻ്റെ എൻഗേജ്മെന്റ് ആണ് അടുത്ത ആഴ്ചയിൽ. അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുട്ടി തന്നെയാണ് വധു. വേണ്ട അമ്മേ, പരിപാടി അടുപ്പിച്ച് ഞാൻ വന്നോളാം. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ മോളിവിടെ നിൽക്കാത്തത്? മിത്ര പറഞ്ഞത് കേട്ട് മോഹിനി വിഷമത്തിൽ ചോദിച്ചു. എന്താ അമ്മ ഈ പറയുന്നത്? അതൊന്നുമല്ല, രാവിലെയും വൈകിട്ട് കുട്ടികൾ ഡാൻസ് ക്ലാസ്സിന് വരുമെന്ന് നമുക്ക് അറിയില്ലേ, അതാ പോകുന്നത്. വാങ്ങുന്ന കാശിനോട് നമ്മൾ നീതി കാണിക്കണ്ടേ? മിത്ര പറഞ്ഞു കേട്ട് മോഹിനി പിന്നെ അവളെ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. താഴെയൊന്നും ആരെയും കാണാതെ വന്നതും രവി മിത്രയെ തിരഞ്ഞു നടക്കുമ്പോൾ പാട്ടിയുടെ റൂമിൽ നിന്നും അവർ മിത്രയുടെ അമ്മയെ വിളിക്കുന്നത് രവി കേട്ടു. മിത്രയുടെ അമ്മ വിളി കേൾക്കാത്തത് കാരണം പാട്ടി ദേഷ്യത്തിൽ അവരെ പ്രാകുന്നുണ്ട്. ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി രവി പാട്ടി കിടക്കുന്ന റൂമിലേക്ക് കയറി. റൂമിൽ കയറിയ ഡേവിഡ് കാണുന്നത് ബെഡിൽ കിടന്ന ടേബിളിലുള്ള വെള്ളം നിറച്ച് ജഗ് എടുക്കാൻ വേണ്ടി കൈ നീട്ടുന്ന പാട്ടിയാണ്. അവരെ കണ്ടതും തൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ച് തോന്ന രവിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ദാഹം കാരണമുള്ള പരവേശത്തിൽ പാട്ടി എങ്ങനെയൊക്കെയോ കൈയെത്തിച്ച് ജഗ് എടുക്കാൻ നിന്നതും രവി ദേഷ്യത്തിൽ ആ ജഗ് കുറച്ചുകൂടെ പിറകിലേക്ക് മാറ്റി വെച്ചതും അവൻ തനിക്ക് വെള്ളം എടുത്തു തരുമെന്ന് വിചാരിച്ചിരുന്ന പാട്ടി പകച്ചുകൊണ്ട് രവിയെ നോക്കി. എന്താ, ദാഹിക്കുന്നുണ്ടോ? ജഗ് മാറ്റി വെച്ചതും തന്നെ മിഴിച്ചു നോക്കുന്ന പാട്ടിയെ നോക്കി രവി ചോദിച്ചതും അവരുടനെ തന്നെ അതേന്ന രീതിയിൽ തലകുലുക്കി. വെള്ളം വേണോ? അവർക്ക് വേണമെന്ന് അറിഞ്ഞിട്ട് വീണ്ടും രവി ചോദിച്ചു. വേണം. ആർത്തിയോടെ അവർ പറഞ്ഞു കേട്ട് രവിയുടെ ചുണ്ടിൽ പുച്ഛം പിരിഞ്ഞു. എന്നെ പോലെയുള്ള അന്യമതസ്ഥർ എടുത്തു തന്ന വെള്ളം നിങ്ങളുടെ തൊണ്ടയിൽ കൂടെ ഇറങ്ങുമോ? പൂച്ചത്തോടെയുള്ള രവിയുടെ ചോദ്യത്തിന് അവരൊന്നും മിണ്ടാതെ വിളറി വെളുത്ത മുഖത്തോടെ രവിയെ നോക്കി.
അങ്ങനെ ഇപ്പം എൻ്റെ കൈകൊണ്ട് തരുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് കുടിച്ചിറക്കി ബുദ്ധിമുട്ടണ്ട. എന്താ ഇപ്പം നിങ്ങളുടെ നാവ് എവിടെ പോയി? കുറച്ച് മുമ്പ് വരെ നല്ല ചെളിയായിരുന്നല്ലോ. ഇപ്പൊ ഒന്നും മിണ്ടേണ്ടേ? അതോ എൻ്റെ ദേവിയെ കാണുമ്പോൾ അവളെ വേദനിപ്പിക്കാൻ മാത്രമേ നിങ്ങളുടെ നാവ് ഉയരുകയുള്ളൂ? ഡെവി പരിഹാസത്തിൽ അവരെ നോക്കി ചോദിച്ചു. തളർന്ന് പരസഹായമില്ലാതെ കിടപ്പിലായിട്ട് നിങ്ങളുടെ ചങ്കൂറ്റം കൊള്ളാൻ കേട്ടോ. ആരെ കണ്ടിട്ടാ നിങ്ങളിങ്ങനെ നെഗളിക്കുന്നത്? എൻ്റെ ദേവിയോട് ചെയ്ത് എന്തൊക്കെയാ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത പ്രവൃത്തി കാരണം സ്വയം ഉരുകി അവൾ കഴിയുമ്പോൾ അവളുടെ വേദന കണ്ട് നിങ്ങൾ രസിക്കുകയല്ലായിരുന്നോ? എൻ്റെ ജീവിതത്തിൽ കുറവുള്ള അവൾ വേണ്ടെന്ന് കരുതിയ എൻ്റെ ദേവ ഒട്ടും ആഗ്രഹമില്ലായിട്ട് കൂടെ വേദനിപ്പിച്ച് ഞങ്ങൾ ഇന്ന് അകലാൻ നോക്കിയത്. പക്ഷെ അതൊക്കെ മുതലെടുത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടി? അതിൻ്റെയൊക്കെ ഫല നിങ്ങളിന്ന് കിടന്ന് അനുഭവിക്കുന്നത്. കിടപ്പിലായിട്ടും അവളെ വേദനിപ്പിക്കുന്നതിന് ഒരു കുറവുമില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കൊച്ചുമകളല്ലേ എൻ്റെ ദേവ. ആ സ്നേഹം നിങ്ങൾക്ക് അവളോട് കാണിച്ചൂടെ? എന്തൊക്കെയായാലും അവൾക്ക് അവളുടെ പാട്ടിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ അവളെ എന്നിൽ നിന്ന് നിങ്ങൾ അകറ്റാൻ നോക്കിയതോടുകൂടെ സ്നേഹിച്ചതിൻ്റെ ഇരട്ടി ഇപ്പോൾ നിങ്ങൾ അവൾ വെറുക്കുന്നുണ്ട്. പാട്ടിയെ നോക്കി പൂച്ചത്തോടെ ഡെവി പറഞ്ഞു. ദാഹം കാരണമുള്ള തൊണ്ടയിലെ വരൾച്ചയും ഡെവി പറഞ്ഞതിൽ മുഴുവൻ സത്യവുമായതുകൊണ്ട് തന്നെ പാട്ടിക്കൊന്നും പറയാൻ കിട്ടിയിരുന്നില്ല. എൻ്റെ ദേവ, അവൾക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു പ്രശ്നവുമില്ല. സമയമാകുമ്പോൾ കർത്താവ് തന്നെ ഞങ്ങൾക്കുള്ള കുരുന്നിനെ തന്നോളൂ. ഇനി അഥവാ തന്നില്ലെങ്കിലും അത് ഞങ്ങളുടെ വിധിയാണെന്ന് കരുതി ഞങ്ങളങ്ങ് ജീവിക്കും. പക്ഷേ ഇനി നിങ്ങളുടെ നാവിൽ നിന്നും അവൾക്ക് നേരെ മച്ചി എന്ന പേര് നിങ്ങൾ വിളിച്ചാ ആ നാവ് ഞാൻ പിഴുതെടുക്കും. പറഞ്ഞേക്കാം. ഒന്നോർത്തോ, നിങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷയാ ഈ ജീവിതം. മരണം വരെ പരസഹായമില്ലാതെ നിങ്ങൾക്ക് എണീക്കാൻ പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും എടുത്തു കുടിക്കാൻ ഈ പാതി തളർന്ന ശരീരം കൊണ്ടാവില്ല. ഡെവി പറഞ്ഞത് കേട്ട് പാട്ടി ഞെട്ടി. പാട്ടിക്ക് ഇനി ഒരിക്കലും ജീവിതത്തിൽ എണീറ്റ് നടക്കാൻ പറ്റില്ലെന്ന സത്യം അവരാരും അറിയിച്ചില്ലായിരുന്നു. എന്നാൽ ഡെവി പറഞ്ഞത് അവരുടെ അഹന്തക്ക് മേലെ കിട്ടിയ ആദ്യത്തെ അടിയായിരുന്നു. ഇനിയെങ്കിലും നാവടക്ക് ജീവിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നല്ലതിനാകില്ല. ഇനി ഒരു തവണ കൂടെ നിങ്ങൾ എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ച ഇപ്പോഴത്തെ പോലെ ആകില്ല എൻ്റെ പ്രതികരണം. കൊന്നു തള്ളാനും മടിക്കില്ല ഞാൻ. ഓർമ്മയിൽ വെച്ചോ.